അപ്പോൾ നമ്മൾ 2030 എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അപ്രമാദിത്യം. വളരെയധികം സംശയങ്ങളും ചർച്ചകളും കോൺഫ്ലിക്റ്റുകളും ഉള്ള ഒരു സബ്ജക്റ്റാണ് അപ്രമാദിത്യം. നമുക്ക് കേൾക്കാം. ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള ഭാഗഭാഗിത്വം. ഞാനത് ഇടയ്ക്ക് ഇംഗ്ലീഷിലും കൂടി വായിച്ചാൽ അത് കറക്റ്റാണ്. ഈ വാക്കുകൾക്ക് നമുക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഐ വിൽ ആൾസോ റീഡ് ഇറ്റ് ഇംഗ്ലീഷ്. ദ സുപ്രീം ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. കണ്ടോ, ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള ഭാഗഭാഗിത്വത്തിൻ്റെ പരമമായ ശ്രേണി അപ്രമാദിത്വ വരത്താൽ ഉറപ്പാക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള ഭാഗഭാഗിത്വം, ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഒന്ന് മനസ്സിലാക്കുക, ക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ക്രിസ്തു രാജാതിരാജനാണ്. സകല അധികാരങ്ങളും ക്രിസ്തുവിനുണ്ട്. ആ അധികാരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ, ഭാഗഭാഗിത്വം, അതാര് കൊടുക്കണം? ക്രിസ്തു തന്നെ കൊടുക്കണതല്ലേ അത്. ആ പാർട്ടിസിപ്പേഷൻ, ദ സുപ്രീം ഡിഗ്രി, അതിൻ്റെ പരമമായ ശ്രേണി, ദ സുപ്രീം ഡിഗ്രി അപ്രമാദിത്വ വരത്താൽ ഉറപ്പാക്കപ്പെടുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. ദ സുപ്രീം ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഈസ് എൻഷേർഡ് ബൈ ദ കാരിസം ഓഫ് ഇൻഫാലിബിലിറ്റി. ഇത് മനുഷ്യന് മനസ്സിലാക്കുക വളരെ എളുപ്പമാണ്. ഞാനിത് എന്തോരം പ്രാവശ്യം വായിച്ച് പഠിച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഉൾക്കാഴ്ച കിട്ടിയെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. അത് ശരിക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് ശരിക്ക് ഞാനത് മനസ്സിലാക്കി തരാം. ഉണ്ടോ? ഒന്നുകൂടി അത് മനസ്സിലാക്കുക. ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ആധികാരികത, ആ അധികാരികതയിലെ ഭാഗഭാഗിത്വം, അതിൻ്റെ പാർട്ടിസിപ്പേഷൻ, ആ പാർട്ടിസിപ്പേഷൻ്റെ സുപ്രീം ഡിഗ്രി, അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ പരമമായ ശ്രേണി അപ്രമാദിത്വ വരത്താൽ ഉറപ്പാക്കപ്പെടുന്നു. ആ വാക്ക് ശരിക്കണം. ചുമ്മാ അപ്രമാദിത്വം എന്ന് പറയരുത്. അതാണ് അപ്രമാദിത്വ വരം, ദ കാരിസം ഓഫ് ഇൻഫാലിബിലിറ്റി, അപ്രമാദിത്വ വരം. അപ്പോൾ അതാണ് മാർപ്പാപ്പയ്ക്കുള്ളത്. ദിസ് ഇൻഫാലിബിലിറ്റി, ഓക്കെ മലയാളം, ഇത് ഉറപ്പാക്കപ്പെടുന്നു. ഈ അപ്രമാദിത്വ വരം എന്നതിലൂടെ മാർപ്പാപ്പയ്ക്ക് ക്രിസ്തുവിൻ്റെ ആ പരമാധികാരത്തിൻ്റെ അവസ്ഥയിലുള്ള ഭാഗഭാഗിത്വം ഈ വരത്താൽ ഉറപ്പാക്കപ്പെടുന്നു. അത് ക്രിസ്തു കൊടുത്തിരിക്കുന്നതാണ്. ദൈവിക വെളിപാടിൻ്റെ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സെൻറ്റൻസാണിത്. ദൈവിക വെളിപാടിൻ്റെ നിഷേധം എത്രമാത്രം വ്യാപകമായിരിക്കുന്നുവോ അത്രമാത്രം വ്യാപകമാണ് അപ്രമാദിത്വം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കൂടാതെ വിശ്വാസത്തിൻ്റെ രക്ഷാകര സത്യങ്ങളെ സംരക്ഷിക്കാനും വിശദീകരിക്കാനും പാലിക്കാനും ആവശ്യമായിരിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസ പ്രബോധനത്തിൻ്റെ സകല ഘട്ടങ്ങളിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു കാരിസമാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് only given to one person in the church, that is the Pope. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല. ഉദാഹരണത്തിന് പരിശുദ്ധ അമ്മ എങ്ങനെ ഗർഭിണിയായി? പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. ഇതെങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയാവണേ? ഇതുവരെ ആർക്കെങ്കിലും കൊടുത്തോ? ഇത്
അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എ സിംഗുലർ ഗിഫ്റ്റ്. അപ്പോൾ എന്ന പോലെ കർത്താവായ ഈശോ മിശിഹായുടെ, രാജാതിരാജനായ ഈശോ മിശിഹായുടെ, സകലത്തിൻ്റെയും അധികാരമായ ഈശോ മിശിഹായുടെ, സകല സ്വർഗത്തിലെയും ഭൂമിയുടെയും അധികാരമുള്ള ഈശോ മിശിഹായുടെ ആ അധികാരത്തിൻ്റെ എ പോർഷൻ, എ പാർട്ടിസിപ്പേഷൻ ഈസ് ഗിവൺ ടു ദ പോപ്പ് ആസ് എ ഗിഫ്റ്റ്. ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, പരമായ അളവ് ഇതിൽ പറഞ്ഞിരിക്കണം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അടുത്ത സെൻറ്റൻസ്. ദൈവിക വെളിപാടിൻ്റെ നിഷേധം എത്രമാത്രം വ്യാപകമായിരിക്കുന്നുവോ അത്രമാത്രം വ്യാപകമാണ് അപ്രമാദിത്വം. ഇതിനെ മനസ്സിലാക്കാൻ ഞാൻ ഈ ഒരു വാക്കിനെ നമുക്ക് ഒന്ന് വേറെ വിധത്തിൽ ചിന്തിക്കാം. ദൈവിക വെളിപാടിനോടുള്ള ശത്രുത, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു എനിമിറ്റി, ഒരു ഒപ്പോസിഷൻ. അപ്പോൾ ദൈവിക വെളിപാടിനോടുള്ള ഒപ്പോസിഷൻ അല്ലെങ്കിൽ എതിർപ്പ്, അതാണ് നിഷേധം. അതെത്രമാത്രം വ്യാപകമായിരിക്കുന്നുവോ അത്രമാത്രം വ്യാപകമാണ് അപ്രമാദിത്വം. 2-3 ഉദാഹരണങ്ങൾ ഞാൻ എടുക്കാം കേട്ടോ. ഇന്ന് ഒരു സഹോദരി എന്നോട് സംസാരിച്ചു. ഇത് കംപ്ലീറ്റ്ലി വേറൊരു കാര്യമാണെങ്കിലും ഇതിൻ്റെ അകത്ത് വലിയ ഒരു അപ്രമാദിത്വത്തിൻ്റെ ഒരു രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവൾ പറയുകയാണ്, അവളുടെ മകൾ 17 വയസ്സാണ്. പക്ഷെ അവൾക്ക് ആ 17 വയസ്സായ മകൾക്ക് കുറച്ച് ഡിപ്രഷൻ ഉണ്ട്, അല്പം മാനസികമായ പ്രശ്നങ്ങൾ. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു സൈക്കോതെറാപ്പിസ്റ്റ്, ഇത് ഒരു അമേരിക്കൻ ഇൻസിഡൻ്റാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളവർക്ക് നിയമപരമായിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടർ സൈക്കോതെറാപ്പിസ്റ്റ് അവളെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഈ മകള് അവൾ പറയാണ്, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, ഞാനൊരു ചെറുക്കനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ ചെറുക്കനെ സ്നേഹിക്കാൻ എൻ്റെ അമ്മ എന്നെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലും ഞാൻ മനപ്രയാസത്തിലാണ്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് അങ്ങനെ ചെയ്യാൻ, ഞാൻ മരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ സൈക്കോതെറാപ്പിസ്റ്റ് എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവസാനം സൈക്കോതെറാപ്പിസ്റ്റ് പറഞ്ഞു, ഞാൻ നിൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മയോട് പറയാം, അതിന് സമ്മതിക്കാൻ, അപ്പോൾ നിനക്ക് സമാധാനമാവില്ല. അങ്ങനെ പറയാൻ. അപ്പോൾ എന്നിട്ട് ഈ സൈക്കോതെറാപ്പിസ്റ്റ് അമ്മയോട് പറയാണ്, നിങ്ങളുടെ മോളുടെ പ്രശ്നം മുഴുവനും അവളൊരു ചെറുക്കനെ സ്നേഹിക്കുന്നുണ്ട്, അവനെ സ്നേഹിക്കാൻ, അവനെ ആയിട്ട് അത് മുന്നോട്ട് പോകാൻ അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവളുടെ ഈ പ്രശ്നം മുഴുവൻ. അതുകൊണ്ട് അതിന് സമ്മതിക്കും. അപ്പോൾ ഈ അമ്മ പറയാണ്, ചുരുക്കി പറയാം, അമ്മ പറയാണ്, നിങ്ങളിവളെ സൈക്കോതെറാപ്പിസ്റ്റാണ്, നിങ്ങളിവൾക്ക് ചികിത്സിക്കാൻ വന്നേക്കുന്ന ആളാണ്. ഇവളുടെ ജീവിതത്തിൽ ആരാണ് ഇവളെ കല്യാണം കഴിക്കേണ്ടതെന്നുള്ളത് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല. മാത്രമല്ല, നിങ്ങളിവളെ ഒരു മാസമായിട്ട് അറിയണത്, ഞാൻ ഇവളെ പെറ്റ് വളർത്തി 17 വർഷമായിട്ട് ഞാൻ അറിയണതാണ്. കണ്ടോ അപ്രമാദിത്വം. നിങ്ങളിവളെ ഒരു മാസമായിട്ട് അറിയും, നിങ്ങൾ ഡോക്ടറായിരിക്കാം, പക്ഷെ ഞാനിവളെ 17 വർഷമായിട്ട് അറിയും, ഇവളെ പെറ്റ് വളർത്തിയത് ഞാനാണ്. കണ്ടോ, ഒരു ത്രെഡ് വരുന്നുണ്ടോ, ഒരു ആശയം വരുന്നുണ്ടോ, എന്താണ് അപ്രമാദിത്വം എന്നുള്ളത്. എന്നിട്ട് ഈ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായിട്ടെന്നോണം പറഞ്ഞു, അവൾക്ക് ഇപ്പോൾ മാനസികമായി നല്ല സമനിലയിലല്ല അവളുടെ മനസ്സ്. അതിന് കാരണങ്ങളുണ്ട്, അതിന് നമ്മൾ അവൾ ട്രീറ്റ് ചെയ്താൽ ശരിയാവും. അങ്ങനെ മാനസിക സമനിലയിലല്ലാത്ത അവളുടെ ജീവിതം മുഴുവനും നിൽക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ അവളുടെ മനസ്സിന് കെൽപ്പുണ്ടോ? പറയും നിങ്ങൾ, ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അത് റെക്കമെൻഡ് ചെയ്യണേ? അപ്പോൾ അവളൊരു തീരുമാനം എടുക്കണമെങ്കിൽ അവൾ ഈ അവസ്ഥ മാറി അവൾക്കൊരു ഹെൽത്തി മൈൻഡ് കിട്ടിയതിന് ശേഷം അവളെ തീരുമാനിക്കുമ്പോൾ
അതിന് നല്ല ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. അതിനു മുമ്പ് അവൾ ഓടിച്ചാടി ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നത് അവൾ ജീവിതം വിജയിക്കില്ല. അതാണ് ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ അവളോട് പറയണത്. അത് ഇപ്പോൾ അവൾക്ക് മനസ്സിലാവില്ല, കാരണം അവൾക്ക് മനസ്സിലാവാനുള്ള സമനിലയില്ല. അപ്പോൾ സൈക്കോ തെറാപ്പിസ്റ്റ് അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു അവസാനം. അപ്പോൾ ഈ അപ്രമാദിത്വം എന്ന് പറയുന്നത് ദൈവത്താൽ നൽകുന്ന ഒരു വരമാണ്. ഒരമ്മയ്ക്കറിയാം ആ കുഞ്ഞിനെ ഗർഭത്തിൽ വഹിച്ച് വളർത്തി ഇത്രയും നാൾ കൊണ്ടുവരുന്ന ആ അമ്മയ്ക്ക് അവളുടെ പൾസ് അറിയാം. അത് ഒരു ടെക്നോളജി അല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്ന അതാണ്. ഇനി വേറൊരു ഉദാഹരണം, ഇതിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കിക്കാം എന്നുള്ളതിന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു ഉദാഹരണമാണ്. ഒരു പെടക്കോഴി കുഞ്ഞുങ്ങളെ കണ്ടോ, പെടക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീറ്റിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പെടക്കോഴി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് പെടക്കോഴിക്ക് മനസ്സിലായി ഒരു പരുന്ത് അങ്ങ് ദൂരത്തുനിന്ന് ഒരു പരുന്ത് പറക്കണു. ഉടനെ പെടക്കോഴി കൊക്കോ ഒരൊച്ചയുണ്ടാക്കി. ഉടനെ കുഞ്ഞുങ്ങളെല്ലാം പെടക്കോഴിയുടെ ചിറകിൻ കീഴിൽ വന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ പെടക്കോഴി ഓടിപ്പടഞ്ഞ് ഭയങ്കര അൺറെസ്റ്റായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കണു, കുഞ്ഞുങ്ങളെ ഓടി വരണം. എന്താ ഇത് കാരണമെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മളൊന്നും കാണുന്നു പോലുമില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു പരുന്ത് താഴ്ന്ന് പറന്നിങ്ങനെ വന്നേക്കണം. നമ്മുടെ കണ്ണുകൾക്കത് ഗോചരമല്ല, എന്നാൽ ഈ കോഴിക്ക് അത് കാണാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതാണ് അത്. ആ കഴിവ് എവിടെ നിന്ന് കിട്ടിയത്? ആ കഴിവ് വല്ല ഇഞ്ചക്ഷൻ കൊടുത്തതാണോ, നമ്മൾ വല്ല ട്രെയിനിങ് കൊടുത്തതാണോ? ആ കഴിവ് ദൈവം തന്നെ തന്നിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ എന്ന പോലെ മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിയും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഉള്ള ചില കാഴ്ചകളുണ്ട്, കഴിവുകളുണ്ട്. ആ കഴിവ് ദൈവം തന്നേക്കുന്നതാണ്. ഇവിടെ ഈ കോഴിക്കുഞ്ഞിൻ്റെയും കോഴിയുടെയും ഉദാഹരണം എടുക്കുക, തള്ളക്കോഴിയുടെ ഉദാഹരണം എടുക്കുക, ഈ അമ്മയുടെ ഉദാഹരണം എടുക്കുക. അപ്പോൾ സഭ എന്നത് ഒരമ്മയാണ്. സഭ എന്നത് ദൈവത്തിൻ്റെ പരിപാലനയിലൂടെ ഉള്ള ഒരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപ്രമാദിത്വം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പവർ അല്ല, അത് ദൈവത്താൽ തന്നെ നൽകപ്പെടുന്ന ഒരു ക്യാരിസമാണ്. അത് ഇംഗ്ലീഷ് വായിച്ചപ്പോഴാണ് ആ വേർഡ് കൃത്യമായിട്ട് മനസ്സിലായത്. ദ charism of infallibility, the charism of infallibility, the supreme degree of participation in the authority of Christ is ensured by the charism of infallibility. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ അതിനെ അപ്രമാദിത്വ വരം എന്ന് നമ്മൾ പറയണം. അപ്രമാദിത്വ വരം, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ ഈ അപ്രമാദിത്വ വരം എന്നത് ദൈവത്തിൻ്റെ സ്വന്തം ശക്തിയാണ്. ദൈവം തന്നെയാകുന്ന ആ പരിപാലന. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ, സർവജ്ഞനായ ഭരണകർത്താവ്. കണ്ടോ, സർവജ്ഞനായ ഭരണകർത്താവ്, തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടം. അപ്പോൾ ആ സർവജ്ഞനായ ഭരണകർത്താവ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട്, ഇപ്പോൾ ഇത് 2020 അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് ഒരുപാട് കോളിളക്കങ്ങൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം മാർപ്പാപ്പയ്ക്ക് ഉള്ള അറ്റാക്കാണ്. മാർപ്പാപ്പ അന്തിക്രിസ്തുവാണ്, മാർപ്പാപ്പ പാഷാണ്ടത് പറയുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതില്ല. അപ്പം എന്നോട് ചോദിക്കുന്ന ആളോട് ഞാൻ പറയും, ഇതെല്ലാം മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കാണിച്ചു കൊടുത്തിട്ട് അതിനെല്ലാം ഉത്തരങ്ങൾ 2018 മാർച്ച് മാസം 19-ാം തീയതി ഇറക്കിയ ഗൗദേറ്റെ എക്സുൾട്ടാറ്റെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ആ പ്രബോധനത്തിലുണ്ടെല്ലാം. ഞാനത് ശരിക്കും മനസ്സിലാക്കുകയാണ്. നിങ്ങളത് വായിക്കാൻ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ഇതിൻ്റെ എല്ലാം ഉത്തരവുണ്ട്.
അപ്പം അത് മാർപ്പാപ്പയുടെ ഇൻഫാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ തൻ്റെ ബുദ്ധിയിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, അതൊരു വരമാണത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഈ വലിയ പ്രസ്ഥാനമായ ഈ സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന് ആ തള്ളക്കോഴിക്ക് കൊടുത്തിരിക്കുന്ന പോലെ തൻ്റെ ശത്രുക്കൾ വരുന്നതിന് മുമ്പേ തന്നെ ദൂരത്ത് നിന്ന് അതിനെ മനസ്സിലാക്കാനും തൻ്റെ അജഗണത്തെ സംരക്ഷിക്കുന്നതിന് ചിറക് വിടർത്തി അതിനെ സംരക്ഷിക്കാനുമുള്ള ഒരു വരം. അത് ശരിക്കും നമുക്ക് ഓരോ പ്രബോധനങ്ങളിൽ കാണാം. ഈ ഓരോ പ്രബോധനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ആ പ്രബോധനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതല്ലേ, അതിനെ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാണാം അത് ഇറങ്ങി ഒരു വർഷം ആയപ്പോഴേക്കും അതിനേക്കാൾ വലിയ അതിനെതിരായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിരിക്കുന്നു. അതിൻ്റെ ഉത്തരമെല്ലാം ആ പ്രബോധനങ്ങളിലുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാനത് അങ്ങനെ സ്റ്റഡി ചെയ്തു. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാത്തിൻ്റെയും ഉത്തരം മാർപ്പാപ്പ മുൻകൂട്ടിയാൽ ഏറ്റവും പ്രധാന ഒരു ഉത്തരമാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന ആ പ്രബോധനം. ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന വചനം തന്നെ, അതാണ് ആ പ്രബോധനത്തിൻ്റെ പേര്, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. അതെ, ഇതാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. ആ വചനം, ആ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്നുള്ള വാക്ക് തന്നെ എവിടെ നിന്ന് വന്നതാ? അത് സുവിശേഷ ഭാഗ്യങ്ങളിലെ 12-ാമത്തെ വചനമാണ്. എന്താണത്? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുകയും. അതാണ് ആ പ്രബോധനത്തിലെടുത്തേക്കുന്ന പേര് തന്നെ, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. എന്താണ് അതിൻ്റെ റെഫറൻസ്? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. കണ്ടോ? കറക്റ്റ്. ഇത് ശരിക്കും മാർപ്പാപ്പയിൽ അപ്ലൈ ചെയ്തെന്ന് നോക്കി. മാർപ്പാപ്പയോട് പേപ്പറുകാർ പറഞ്ഞിട്ട് റിപ്പോർട്ടേഴ്സ് വന്നിട്ട് മാർപ്പാപ്പയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ, അമേരിക്കയിലെ കുറേ പേര് കൂടി എഴുതിയൊരു പുസ്തകം, ഇത് അങ്ങേക്ക് എതിരായിട്ട് എഴുതിയൊരു പുസ്തകമാണിത്. അത് കൊടുത്തു അവർക്ക്. മാർപ്പാപ്പ പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ടാണ്? ആനന്ദിച്ചാഹ്ലാദിക്കുക. കാരണം അത് നോക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാണ് ആ ഗ്രൂപ്പ് മാർപ്പാപ്പയെക്കുറിച്ച് എഴുതാനുള്ളത്. അപ്പോൾ അപ്രമാദിത്യം എന്ന് പറയുന്നതിൽ, അപ്രമാദിത്യ വരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പെടക്കോഴി ശത്രുവിനെ മുൻകൂട്ടി മനസ്സിലാക്കുന്ന പോലെ സഭയെ ആക്രമിക്കാൻ വരുന്ന എല്ലാവിധ തിന്മകളുടെയും എല്ലാവിധ മാനുഷികതകളെയും മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള, അതാണ് പ്രോഫറ്റിക് എന്ന് പറയുന്നത്, പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി സഭയെ സംരക്ഷിക്കാനുള്ള കഴിവ്. അതാണ് ഈ അപ്രമാദിത്വ വരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒന്നുകൂടി വായിച്ച് നോക്കാം. എന്നുണ്ടോ? ദൈവീക വെളിപാടിൻ്റെ. അപ്പോൾ ദൈവിക വെളിപാട് പരിശുദ്ധാത്മാവ് നൽകുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ മനുഷ്യർ മുഴുവനും 100 ജോലിയും ലോകത്തിൻ്റെ കാര്യങ്ങളും പൈസ സമ്പാദിക്കുന്ന കാര്യങ്ങളും വെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളും കുറിക്കമ്പനിയും അതും ഇതുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പെട്ടെന്ന് ബൈബിൾ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ട് ദൈവിക വെളിപാട് കിട്ടുമോ? ദൈവിക വെളിപാട് കിട്ടണമെങ്കിൽ അതിൽ മുങ്ങണം, അതിൽ മാത്രം ശ്രദ്ധിക്കണം. ഭൗതികമായിട്ടോ മാനുഷികമായിട്ടോ ഉള്ള മറ്റ് കണക്കുകൂട്ടലുകളെല്ലാം വിട്ട് പൂർണ്ണമായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിൽ പത്രം, മരിക്കണയ്ക്ക് മുമ്പ് എഴുതിയ ആ വിൽ പത്രം അത് കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചു. കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത്
ആദ്യം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് എൻ്റെ മനസ്സിൽ വരികയാണ്. എനിക്ക് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് വീതിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു സമ്പത്തും ഇല്ല. അതുകൊണ്ട് ഒന്നും എനിക്ക് വീതിച്ച് കൊടുക്കാനില്ല. എൻ്റെ കയ്യിൽ ഒരു സമ്പത്തുമില്ല, ഒരു പൈസയുമില്ല, അതുകൊണ്ട് എനിക്കൊന്നും വീതിച്ച് കൊടുക്കാനില്ല. ഇതായിരുന്നു അതിനകത്തൊരു സെൻറ്റൻസ്. ഇത് തന്നെ ആയിരിക്കില്ല ഈ മാർപ്പാപ്പയും ഒരു വിൽപ്പത്രം ഉണ്ടാക്കുകയാണെങ്കിൽ എഴുതാൻ പോണത്. എൻ്റെ കയ്യിൽ സമ്പത്തായിട്ടോ പൈസയായിട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും വീതിച്ച് കൊടുക്കാനില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്ന് അങ്ങനത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവരുടെ ഫോക്കസ് മുഴുവനും, അല്ലെങ്കിൽ അവരിലുള്ള പരിശുദ്ധാത്മ നിവേശിതമായ പ്രവർത്തനമാണ് ഈ അപ്രമാദിത്വ വരം എന്നുള്ളത്. അപ്പോൾ ആ അപ്രമാദിത്വ വരം അവരുടെ ബുദ്ധിക്ക് തന്നെ അതീതമാണ്. അവരുടെ ബുദ്ധിക്ക് തന്നെ അതീതമാണത്. ഇപ്പോൾ മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ പറയാണ്, ഒരുപാട് പേര് പറയുന്നുണ്ട്, പരിശുദ്ധ പിതാവേ ഇത്രയും അധികം പ്രാർത്ഥനയെക്കുറിച്ച് പറയണ്ട. ഇത് മാർപ്പാപ്പ പറയാറുണ്ട്. അവിടെ കൊറിയയിലുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ പറഞ്ഞേക്കും, മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്ര ഒരുപാട് പറഞ്ഞെന്തിനാന്നൊക്കെ ചോദിച്ചേക്കും. അപ്പോൾ മാർപ്പാപ്പ പറയാണ്, പക്ഷേ എനിക്ക് പറയണം എന്നാണ് കർത്താവ് എന്നോട് പറയണേ. കണ്ടോ, പറയണം. അപ്പോൾ മാർപ്പാപ്പ ആ പരിശുദ്ധാത്മ നിവേശിതമായ ആ ഒരു നയിക്കലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് മാർപ്പാപ്പയെ നയിക്കുന്നത്. അതൊരു വരമാണ്, വരം. ഇപ്പോൾ ഈ പെടക്കോഴിയും പരുന്തും പെടക്കോഴി കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ പരുന്ത് അങ്ങ് ദൂരെ പറക്കുന്നു, നമുക്ക് മനുഷ്യ മനസ്സിന് ഗോചരമല്ല. എന്നാൽ നമ്മളെക്കാൾ കുഞ്ഞ് ഈ പെടക്കോഴിക്ക് മനസ്സിലാവുന്നു. എന്തിനാണ്? പെടക്കോഴിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പെടക്കോഴി അവിടെ ധൃതി പിടിച്ച് ഒച്ചയുണ്ടാക്കുന്നു, കുഞ്ഞുങ്ങളെ എല്ലാം തൻ്റെ ചിറകിൻ കീഴിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒന്ന് ചിന്തിക്കൂ. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്കത് മനസ്സിലായെന്നാണ് തോന്നുന്നത്. പലരും എനിക്ക് മെസ്സേജ് അയച്ചു, പതരെ. അപ്പം മാർപ്പാപ്പയുടെ അപ്രമാദിത്യ വരം എന്ന് പറഞ്ഞ എല്ലാവരും അപ്രമാദിത്യ വരം, അപ്രമാദിത്യ വരം, അപ്രമാദിത്യ വരം ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള. അപ്പോൾ ആ സർവാധിപനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ലോകസ്ഥാപനത്തിന് മുൻപുണ്ടായിരുന്നതും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതും തൻ്റെ വചനത്തിലൂടെ ഇതിനെല്ലാം താങ്ങി നിർത്തുന്നതും മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യരോടൊപ്പം ജീവിക്കുകയും മനുഷ്യരുടെ സകല വേദനകൾക്കും വേണ്ടി, തിന്മയ്ക്ക് വേണ്ടി പോരാടുകയും അതിനുവേണ്ടി ജീവൻ കൊടുക്കുകയും മരിക്കുകയും മരിച്ച ആ ശരീരം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ആ അപ്രമാദിത്വം. കേട്ടോ, അപ്രമാദിത്വത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? മരിച്ച് മൃതമായിട്ട് കിടക്കണ ശരീരം ദൈവിക ശക്തി നിറഞ്ഞുകൊണ്ട് ഇനി, അപ്പോൾ മർത്യ ശരീരം ഒന്ന് മനസ്സിലാക്കണം, ആ മർത്യ ശരീരം അമർത്യമായി മാറുന്നു. കണ്ടോ, അതാണ് ദൈവിക ശക്തി. അതാണ് അപ്രമാദിത്യ ശക്തിയുടെ കോർ കാതൽ. ആ അപ്രമാദിത്യ വരം ദൈവത്താൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കൽ ബെനഡിക്റ്റ് പിതാവ് ഏതോ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ ആളുകളെല്ലാം പിതാവിനെതിരായിട്ട് ഭയങ്കര വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിതാവ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പേപ്പർ റിപ്പോർട്ടേഴ്സ് എപ്പോഴും ഒരു പത്രസമ്മേളനമുണ്ട്, ഫ്ലൈറ്റിനകത്ത് പോകുമ്പോഴും വരുമ്പോഴും. അപ്പോൾ ജേർണലിസ്റ്റുമാർ ചോദിച്ചു, പിതാവ് അവിടെ ഒരുപാട് പേര് പിതാവിനെതിരായി വലിയ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇപ്പോൾ അവിടെ ചെല്ലണതിൽ യുക്തമാണോ? അവിടെ ചെന്നാൽ പ്രശ്നം ഉണ്ടാവില്ലേ? പിതാവ് വളരെ കൂളായിട്ട് പറഞ്ഞു, നരക കവാടങ്ങൾ ബലപ്പെടില്ല, നരക കവാടങ്ങൾ ബലപ്പെടില്ല. അതാണ് അപ്രമാദിത്വത്തിൻ്റെ ഒരു വശം. അപ്പോൾ
ഇതിനെതിരെ നരക കവാടങ്ങൾ ബലപ്പെടില്ല. വളരെ ശാന്തമായിട്ടാണ് പറയണം കേട്ടോ, വളരെ ശാന്തമായിട്ട്. അതാണ് മത്തായി 16 പത്രോസിലെ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങൾ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഞാൻ, ശ്രദ്ധിക്കണം, പത്രോസല്ല സഭ സ്ഥാപിച്ചത്, ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതാണ്. അപ്പോൾ പത്രോസിനെ ആരവിടെ സ്ഥാപിച്ചിരിക്കുന്നുവോ ആ സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ശക്തി ഈ ഇങ്ങനെയുള്ളൊരു പൊട്ടാസല്ല, കുറേ ആളുകൾ ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും പോകുന്നതല്ല. നമ്മുടെ അണിയിൽ നിന്ന് ആരെങ്കിലും ഒരു വിമതനായിട്ട് പോയിട്ട് മീഡിയയിലൂടെ ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കത്തോലിക്ക സഭ ആകെ നശിച്ചു എന്ന് പറഞ്ഞ് പേപ്പറുകാരും മീഡിയക്കാരും എല്ലാം ബഹളമുണ്ടാക്കുമ്പോൾ അതുകൊണ്ട് മനസ്സ് കുലുങ്ങുകയോ ശക്തി ക്ഷയിക്കുന്നോ ഒരു പ്രസ്ഥാനമല്ല. മനസ്സിലാക്കണം. ഇത് വിശ്വാസികളായ നമുക്കിത് മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിനെതിരെ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പിശാചിൻ്റെ ദൂതന്മാരെയും പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ പരാജയപ്പെട്ട പിശാചാണ് മാർപ്പാപ്പയ്ക്കെതിരായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരാജയപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന് ശക്തിയില്ല. കാരണം പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്, ദൈവം സൃഷ്ടാവാണ്, ദൈവത്തിൻ്റെ സർവാധിപ ശക്തിയാണ് ക്രിസ്തു. അപ്പോൾ ക്ലിയറായില്ലേ? അപ്പോൾ ഇതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ. ഞാനത് പിന്നെ ഇതിൽ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പിന്നീട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള, പെട്ടെന്ന് മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോകരുത്. എന്താ ക്രിസ്തുവിൻ്റെ അധികാരം? സർവാധിപനാണ്, സകലത്തിൻ്റെയും മേൽ അധികാരമാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലത്തിൻ്റെയും മേൽ അധികാരം. ഏതാണ് ആ വചനം? ഫിലിപ്പിയർ 2:9. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. സല്യൂട്ട്. അതാണ്. ആരൊക്കെ സല്യൂട്ട് ചെയ്യും? സ്വർഗം, ഭൂമി, പാതാളം. എന്താ വിചാരിച്ചേക്കണേ നമ്മൾ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിന് നേരെ സ്വർഗവും രാജ്യത്വത്തിന് നേരെ സ്വർഗവും ഭൂമിയും പാതാളവും മുട്ടുമടക്കും. എന്നാലോചിച്ചു. അപ്പോൾ ആ അധികാരം നോക്ക്. ആ അധികാരത്തിൻ്റെ ഭാഗഭാഗിത്വം ക്രിസ്തു തന്നെയായ സഭയുടെ അധികാരിക്ക് ക്രിസ്തു കൊടുത്തിരിക്കുകയാണ്. ഇതാ ഈ അധികാരം. അപ്പോൾ ആ അധികാരം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യമല്ല, അത് ദൈവാധിപത്യമാണ്. ദൈവാധിപത്യം. ദൈവം ആ വ്യക്തിയിൽ ഈ വരങ്ങൾ കൊടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് മുൻകൂട്ടി അറിവ് കൊടുക്കുന്നു. ഇപ്പോൾ ജോൺ 23-ാം മാർപ്പാപ്പ വളരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒന്ന് പ്രാർത്ഥിച്ച് സാധാരണ രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു. വളരെ ലളിതമായിട്ട് ജീവിക്കുന്നു. വലിയ ഒരു റവല്യൂഷണറി കാര്യങ്ങളൊന്നും ചെയ്യാത്ത അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ഒരു സുപ്രഭാതത്തിൽ ഒരു വെളിപാട് കൊടുക്കുകയാണ്. ഒരു വറ്റിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുക. കണ്ടോ, എല്ലാവരും ആകെ എന്തീ പറയണത്? വറ്റിക്കാൻ കാണും. അപ്പോൾ അതാണ് അപ്രമാദിത്യ വരം ഉള്ളത് കൊണ്ട്. ആ അപ്രമാദിത്യ വരം
ഒരു 3-ാം നൂറ്റാണ്ടിലാണ്. ആ മാർപ്പാപ്പയുടെ പേര് ഞാൻ മറന്നുപോയി. ജസ്റ്റിൻ എന്നാണോ അതോ ഞാൻ നാളെ കണ്ടുപിടിച്ച് പറയാം. ഒരു മാർപ്പാപ്പ, അതായത് ആര്യൻസ് എന്ന് പറഞ്ഞ ഒരു പാഷാണ്ഡ ഗ്രൂപ്പ് കത്തോലിക്കരും എതിരായിട്ട് വലിയ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഈ ആര്യൻസ് ഭാഗത്തുള്ള ഒരു റാണി അല്ലെങ്കിൽ ഒരു എംബറസ്, ആ എംബറസിൻ്റെ സമ്മർദ്ദത്തിൽ ആ എംബറസിൻ്റെ ഒരു കർദിനാളിനെ മാർപ്പാപ്പയായിട്ട് നിർബന്ധിച്ച് വാഴിച്ചു. അന്നത്തെ നിലവിലുള്ള മാർപ്പാപ്പയെ അവർ കെണിയിലാക്കി പിരിച്ചു വിട്ടു. അതോ അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ എംബറസിൻ്റെ മാർപ്പാപ്പയെ വാഴിച്ചു. ആര്യനിസത്തിൻ്റെ ആളുകളായിരുന്നു അവർ. അപ്പോൾ ഈ എംബറസ് ധാരാളം പൈസ അതിനു വേണ്ടി ചിലവാക്കി. അങ്ങനെ ആ മാർപ്പാപ്പ സ്ഥാനം അവളുടെ ഗ്രൂപ്പ് ഏറ്റെടുത്തു. എന്നിട്ട് അവൾ അത് ഉദ്ദേശിച്ചിരുന്നത് മുഴുവനും ആ മാർപ്പാപ്പയിലൂടെ അവൾ സഭ മുഴുവനെയും അവളുടെ പക്ഷത്താക്കും. പക്ഷേ ഇയാൾ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത് മാർപ്പാപ്പയുടെ അഭിഷേകത്തിലായി കഴിഞ്ഞ ഉടനെ അയാളുടെ മനസ്സ് മാറി. അയാൾ ഈ പറഞ്ഞതൊന്നും പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ അവളോട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം, നീ പറഞ്ഞ മാതിരി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവൾ അന്തം വിട്ടു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്നെ മാർപ്പാപ്പയാക്കിയത്. ശരിയാണ്, പക്ഷെ ഇപ്പം ഞാൻ മാർപ്പാപ്പയായി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന വെളിപാട് അതൊക്കെ തെറ്റാണെന്നാണ്. കണ്ടോ, അതാണ് ഇൻഫാലിബിലിറ്റി ഗിഫ്റ്റ്, ഇൻഫാലിബിലിറ്റി വരം, ക്യാരിസം ഓഫ് ഇൻഫാലിബിലിറ്റി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരൊക്കെ ഇയാൾക്ക് എതിരായി. അങ്ങനെ അവസാനം അവർ ഇയാളെ കൊന്നു. അങ്ങനെ അങ്ങേര് രക്തസാക്ഷിയായി. അപ്പോൾ ഒരുപാട് രക്തസാക്ഷികൾ, മാർപ്പാപ്പന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. അതെല്ലാം ഈ ഇൻഫാലിബിലിറ്റി വരം എക്സസൈസ് ചെയ്തതിലൂടെ തന്നെയും കൂടിയാണ് അത്. അപ്പോൾ ആ ഇൻഫാലിബിലിറ്റി വരം, ആ അപ്രമാദിത്വ വരം, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള ഭാഗഭാഗിത്വത്തിൻ്റെ പരമമായ ശ്രേണി അപ്രമാദിത്വ വരത്താൽ ഉറപ്പാക്കപ്പെടുന്നു. ദൈവിക വെളിപാടിൻ്റെ നിഷേധം ഉണ്ടോ? ദൈവിക വെളിപാടിൻ്റെ നിഷേധം, ഞാനതിനെ വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഒപ്പോസിഷൻ. എത്രമാത്രം വ്യാപകമായിരിക്കുന്നുവോ അത്രമാത്രം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി വ്യാപകമാണ് അപ്രമാദിത്വം. അതാണ് പരുന്ത് എത്രമാത്രം ശത്രുതയോടെ പെടക്കോഴിയുടെ നേരെ തിരിയുന്നുവോ അതിനേക്കാൾ ഒരു പെടക്കോഴിക്കറിയാം ഈ പരുന്തിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എന്ന പോലെ. അപ്പോൾ അപ്രമാദിത്വം കൂടാതെ വിശ്വാസത്തിൻ്റെ രക്ഷാകര സത്യങ്ങളെ സംരക്ഷിക്കാൻ, വിശദീകരിക്കാനും പാലിക്കാനും ആവശ്യാവശ്യകമായിരിക്കുന്ന, അതായത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസ പ്രബോധനത്തിൻ്റെ സകല ഘട്ടങ്ങളിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ നിർത്തുകയാണ്. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ സഭ ഒരമ്മയാണെന്നും ദൈവമാണ് ആ അമ്മയ്ക്ക് ഈ സഭയെ കൊടുത്തിരിക്കുന്നത്, ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത് നടക്കണം എന്നുള്ളതിലൂടെയാണ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.